എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ ഈ വർഷത്തെ ക്രിസ്മസ് ആണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസിനൊക്കെ എല്ലായിടത്തും ഇലുമിനേഷൻ വെച്ചിട്ടുള്ള സ്റ്റാറുകളൊക്കെയാണ് ഇടുന്നത്. അതും അനിമേഷൻ ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ബേസിക് ഇലക്ട്രോണിക് അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന തരത്തിലുള്ള 5 ചാനലിൻ്റെ അനിമേഷൻ ചെയ്സറാണ്. അപ്പോൾ ഈ ഒരു ചെയ്സർ പ്രവർത്തിപ്പിക്കുന്നത് ഇടതുവശത്തു നിന്ന് വലതുവശത്തോട്ട് ചെന്നിട്ട് തിരിച്ച് ഇടതുവശത്ത് തന്നെ വരികയും വീണ്ടും വലതുവശത്തോട്ട് പോവുകയും ചെയ്യുന്ന രീതിയിലാണ്. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ചെയ്യുന്നതിന് വളരെ നിസ്സാരമായിട്ടുള്ള ചിലവേ വരുന്നുള്ളൂ. ഇത് ഡ്രൈവ് ചെയ്യുന്നത് CD 4017 എന്ന് പറയുന്ന 16 പിന്നുള്ള IC വെച്ചിട്ടാണ്. അപ്പോൾ അതിന് സപ്പോർട്ടിങ് IC ആയിട്ടുള്ള 555 ICയും ഉണ്ട്. നമുക്ക് ലോഡ് കൊടുക്കാവുന്ന LED-ക്ക് വേണ്ടി നമ്മൾ TIP 22 എന്ന നമ്പറുള്ള ട്രാൻസിസ്റ്ററും കൂടി വെച്ചിട്ടാണ്. അതൊരു സെമി പവർ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയൊരു മാല തന്നെ ഒരു ചാനലിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു LED നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത് 12 വോൾട്ട് DC ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്ന സീരിയൽ ബൾബുകളാണ്. അപ്പോൾ ആ ഒരു ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹൈ ബ്രൈറ്റ് ആണ്. ഹൈ ബ്രൈറ്റ് ആയതുകൊണ്ട് അത് രാത്രിയിൽ മാത്രമല്ല പകല് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എവിടെ നിന്ന് നോക്കിയാലും കാണാവുന്ന തരത്തിലുള്ള ബ്രൈറ്റ് ആണ് അതിൽ നിന്ന് ലഭ്യമാവുന്നത്. അതൊരു അട്രാക്റ്റീവ് കളറായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു അട്രാക്റ്റീവ് കളറ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ഈ ക്യാമറ വഴി അത് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ യഥാർത്ഥ കളറല്ല. അപ്പോൾ ക്യാമറയിൽ നമുക്ക് അത്രയും ബ്രൈറ്റ് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കാണുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്. സാധാരണ ഷോപ്പുകളിലും അതായത് ജ്വല്ലറികളിലും അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി പല ഷോപ്പുകളിലൊക്കെയാണ് ഇതേപോലത്തെ 12 വോൾട്ട് DC ഡയറക്റ്റ് LED സീരിയൽ ബൾബുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് 5 സ്റ്റാറാണ്. നമ്മളിവിടെ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ LED ബൾബ് കെട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാറിന് പകരം നിങ്ങൾക്ക് പലതും ചെയ്യാം, പല അനിമേഷനും ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളിതൊരു റൗണ്ട് പോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോവും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരും. അതേപോലെ ഞാൻ ഇതിനു മുമ്പ് വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു അമ്പലത്തിൽ വെക്കാനായിട്ടുള്ള ഓമാണ്. സെൻട്രൽ ഓം വൈറ്റിൽ ഇങ്ങനെ ഫുൾ ബ്രൈറ്റായിട്ട് നിൽക്കുന്നു. അതിൻ്റെ റൗണ്ടിൽ മൾട്ടി കളറിൽ ഇതേപോലെ ചെയ്സർ പോലെ ഇങ്ങനെ പല പല കളറുകൾ ഇങ്ങനെ മാറി മാറി ലെഫ്റ്റും റൈറ്റും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ലെഫ്റ്റ് പോയിട്ട് റൈറ്റ് വന്ന് വീണ്ടും ലെഫ്റ്റ് വന്ന് അങ്ങനെ കണ്ടിന്യൂസ് പോകുന്നതിന് പകരം ഇതിൽ ഒരു സ്വിച്ചും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് ടു റൈറ്റ് മാത്രം വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് അപ്പോൾ ആ ഒരു സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇടതുവശത്ത് നിന്ന് വലതുവശത്ത് അവസാനിക്കുന്നു, വീണ്ടും ഇടതുവശത്ത് നിന്ന് വലതുവശത്ത് അവസാനിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സിമ്പിളായിട്ടുള്ള ചെറിയൊരു സർക്യൂട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ബോക്സിലാക്കി അതിലൊരു ട്രാൻസ്ഫോമറും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടിൽ പ്രവർത്തിക്കാവുന്നതാണ്. ട്രാൻസ്ഫോമറിന് പകരം SMPS കിട്ടും, അത് വെച്ച് കഴിഞ്ഞാലും മതി. പക്ഷേ കുറച്ചു ലൈഫ് കിട്ടുന്നത് ട്രാൻസ്ഫോമറിനാണ്. അതിൻ്റെ അത്രയും ചിലവ് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ നാൾ ലൈഫ് കിട്ടുന്നതാണ്. SMPS കുറേ നാൾ കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് കളയേണ്ടി വരും. അതിന് പകരം ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ആംബിയറും കിട്ടും. കാരണം SMPS പോലെ സ്റ്റഡി ആയിട്ട് ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഇതിൽ ഇത്തിരി ഔട്ട്പുട്ട് കൂടി വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ട്രാൻസ്ഫോമർ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഒരു യൂണിറ്റ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു യൂണിറ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ 5 ചെയ്സർ LED-കൾ ഇതിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയാണ് 5 കളറായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഗ്രീൻ, യെല്ലോ, വൈറ്റ്, ബ്ലൂ, റെഡ്. അപ്പോൾ ചെയ്സറിൻ്റെ പുറകിലാണ് ഇതിൻ്റെ 5 ലീഡ് പുറത്തോട്ട് വന്നിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ ഒരു കോമൺ ലൈനും പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബോക്സിൽ, അതായത് ഇതൊരു എലിമിനേറ്റർ സെറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ക്യാബിനറ്റാണ്. അപ്പോൾ ഈ ക്യാബിനറ്റിൽ നമ്മൾ ഇതിൻ്റെ സ്വിച്ചും അതിൻ്റെ കൺട്രോളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു വേരിയബിൾ കൺട്രോൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, വോളിയം കൺട്രോൾ പോലെ. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 4 സ്വിച്ചുകളാണ് വെച്ചിരിക്കുന്നത്. ഒരു സ്വിച്ച് പവർ ഓൺ, അടുത്ത സ്വിച്ച് ചെയ്സർ ഓൺ, അടുത്ത സ്വിച്ച് ഫോർവേഡ് ഓൺ, അടുത്ത സ്വിച്ച് ഇതിൻ്റെ 12 വോൾട്ട് ഔട്ട് നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി നോക്കാം. ഇതിപ്പോൾ മാക്സിമം സ്പീഡിലാണ്. മാക്സിമം സ്പീഡിൽ ഇതേപോലെ ഇങ്ങനെ മിന്നി കൊണ്ട് നിൽക്കും. സ്പീഡ് കുറക്കുന്നതനുസരിച്ച് ആ മിന്നൽ കുറയും. പിന്നെ ചെയ്സറായിരിക്കും വർക്ക് ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ സ്പീഡ് കുറക്കുന്നതനുസരിച്ച് അതിൻ്റെ ഫോർവേഡ്
അതിൻ്റെ റിവേഴ്സ് സ്പീഡ് കുറയുന്നതാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും ലോയിലാണ് വെച്ചിരിക്കുന്നത്. ലോയിലാവുമ്പോൾ വളരെ സ്ലോവിൽ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഇതേപോലെ ഒരു ഇലുമിനേഷൻ ബൾബ് നമുക്ക് വരുന്ന ക്രിസ്മസിന് ഇടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന ബോർഡൊന്ന് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ വെച്ചിരിക്കുന്ന യൂണിറ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതേപോലെ അതിൻ്റെ ബോർഡ് എക്സ്ട്രാ നോക്കാം, സർക്യൂട്ടും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ സ്റ്റാറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ചേസർ ബോക്സ്. അപ്പോൾ ഈ ചേസർ ബോക്സിൽ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ 5 ചാനലിൽ 5 LED ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഫങ്ഷണൽ ഡിസ്പ്ലേ ചാനൽ 1, ചാനൽ 2, ചാനൽ 3, ചാനൽ 4, ചാനൽ 5. അപ്പോൾ അങ്ങനെ 5 LED ഇവിടെ ഡിസ്പ്ലേ വരുന്നതനുസരിച്ച് നമുക്ക് ഔട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലെ ഇവിടെ കൺട്രോൾ സ്വിച്ച് വെച്ചിരിക്കുന്നത് ഒരു പവർ ഓൺ സ്വിച്ച് ഉണ്ട്, ചേസർ ഓൺ സ്വിച്ച് ഉണ്ട്, ഫോർവേഡ് ഓൺ സ്വിച്ച് ഉണ്ട്, 2 വോൾട്ട് ഔട്ട് ഓൺ സ്വിച്ച് ഉണ്ട്. അതേപോലെ ഇവിടെ DC ഫോർവേഡ് ആൻഡ് റിവേഴ്സ് 5 ചാനലിൻ്റെ ചേസർ കൺട്രോളാണിത്. ഇപ്പോൾ ഈ കൺട്രോൾ നമ്മളിങ്ങനെ കൂട്ടുന്നതനുസരിച്ചാണ് അതിൻ്റെ സ്പീഡ് വേരിയേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഈ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഇതിലൊരു 2 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് വെച്ചിരിക്കുന്നത്. അതായത് 12 അതിലോട്ടുള്ള പവർ സപ്ലൈ ആണ്. 250 AC ഇൻ കോഡ്. അതേപോലെ നമുക്ക് പുറത്തോട്ട് ഔട്ട് എടുക്കണമെങ്കിൽ അതിന് വേണ്ടി ഇവിടെ ഒരു DC സോക്കറ്റ് വെച്ചിട്ടുണ്ട്, 12 വോൾട്ട് പ്ലസ് മൈനസ്. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ചേസറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 5 പിൻ സോക്കറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 ചാനൽ, 1, 2, 3, 4, 5 ചാനൽ. പിന്നെ ഇതിൻ്റെ ഒരു കോമൺ ടെർമിനലും കൂടി ഉണ്ട്. അങ്ങനെ ഈ ഒരു 5 ചാനലിൻ്റെ സോക്കറ്റ് നമുക്ക് അതൊരു പിന്ന് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കണക്ഷൻ പുറത്തോട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതേപോലെ ഇതിൻ്റെ AC മെയിൻസ് കണക്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു 2 പിൻ കോഡാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ക്യാബിനറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് പ്രധാനമായിട്ടും സപ്ലൈ കൊടുക്കാനുള്ള 2 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇത് ഞാനൊരു പഴയ ട്രാൻസ്ഫോമറാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിൽ നമ്മൾ ചെയ്തെടുത്ത ബോർഡാണ് ഇത്. കോമൺ PCBയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. 5 സെമി പവർ ട്രാൻസിസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനൊരു വലിയ ഹീറ്റ് സിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ട്രാൻസിസ്റ്റർ വലുതായിട്ട് ചൂടാവില്ല, നോർമൽ ഹീറ്റ് തന്നെ ആയിരിക്കും. അതേപോലെ ഇവിടെ 5 ചാനലിൻ്റെ LED വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണ് സ്വിച്ച് കണക്ഷൻ. ഇവിടെ ഒരു കൺട്രോളും വെച്ചിട്ടുണ്ട്. 250K കൺട്രോളാണ്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ബോർഡ് ഒന്ന് നോക്കാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ കൺട്രോൾ ബോർഡ്. അപ്പോൾ ഈ ഒരു ചെറിയ PCBയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 5 സെമി പവർ ട്രാൻസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്നാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് ആകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു മൈക്ക ഷീറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. കാണാവുന്നതാണ്. അതിൻ്റെ ഒരു സ്പേസറൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മളിവിടെ 5 ചാനലിൻ്റെ LED ഈ വശത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ഡ്രൈവ് ചെയ്യുന്ന IC ആണ് 4017. അതേപോലെ ഇത് സപ്പോർട്ടിങ് IC ആയ 555. പിന്നെ ഇവിടെ BC 547 സെമി പവർ ട്രാൻസിസ്റ്റർ ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ചാനലിൻ്റെ ചെറിയ ട്രാൻസിസ്റ്ററാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കൂടാതെ കുറച്ച് റെസിസ്റ്ററുകളും അതിൻ്റെ 2-3 കപ്പാസിറ്ററുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവശം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ട്രാക്കുകളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് വേണ്ട രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്വിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സപ്ലൈ എടുക്കാനുള്ള 12 വോൾട്ടിൻ്റെ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ കണക്ട് ചെയ്ത് നോക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ബാറ്ററിയിലാണ് ഇത് കൊടുക്കുന്നത്. സ്വിച്ചിൻ്റെ വയർ വിട്ടുപോയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് 5 ചാനൽ കൃത്യമായിട്ട് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടി നോക്കാം. സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ടാണ് ആ LED ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാക്സിമം സ്പീഡിലിട്ടപ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ബ്ലിങ്കിങ് ആണ്. ഇപ്പോൾ വളരെ കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് ഫോർവേഡ് മാത്രം ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർവേഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിത് സ്ലോവിലിട്ട് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഫോർവേഡ് മാത്രം, റിവേഴ്സ് ഇല്ല. ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. ഇത്രയാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത. അപ്പോൾ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സർക്യൂട്ട് കൂടി ഒന്ന് നോക്കാം. നമുക്കിതിൻ്റെ സർക്യൂട്ട് ഒന്ന് നോക്കാം. സർക്യൂട്ട് ഓഫ് 5 ചാനൽ എക്സ്ട്രാ പവർഫുൾ DC ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ചേസർ. ഇപ്പം നമ്മളിവിടെ മെയിൻ IC ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ICയുടെ സിമ്പിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, CD4015. അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, അതായത് കൺട്രോൾ കണക്ട് ചെയ്യാനുള്ളതാണ് NE555. പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള 547 ചെറിയ ട്രാൻസിസ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് കൊടുക്കുന്നതിന് വേണ്ടി സെമി പവർ ട്രാൻസിസ്റ്ററായ TIP 122 ആണ്. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ TIP 22 ആണ് പറഞ്ഞത്, ശരിക്കും TIP 122 ആണ്. നമുക്ക് ഇവിടെ ഒരു കൺട്രോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് വോളിയം കൺട്രോൾ ആണ്, അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മീറ്റർ 250K ആണ് വേണ്ടത്. അതേപോലെ ഇവിടെ ഒരു 100 MFD 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നാമത്തെയും 15ാമത്തെ പിന്നിലാണ് നമ്മൾ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ആ സ്വിച്ച് ഫോർവേഡ് ഓൺലി മാത്രമാണ് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇപ്പോൾ 5 ചാനലിൻ്റെ വയർ വരുന്നത് 3, 11, 2, 9, 4, 6, 5, 7, 10 അങ്ങനെ ഇത്രയും ലെഗുകളിൽ നിന്നാണ് ഇതിൻ്റെ ഔട്ട് കിട്ടുന്നത്. 16ാമത്തെ പോയിന്റാണ് ഇതിൻ്റെ ഇൻപുട്ട് പവർ സപ്ലൈ പോസിറ്റീവ്. ഗ്രൗണ്ട് വരുന്നത് 13ഉം 8ഉമാണ്. അതേപോലെ ഇനി 555 ഗ്രൗണ്ട് വരുന്നത് 1ആണ്, പവർ സപ്ലൈ വരുന്നത് 7ആണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞ് അതൊരു പ്രിൻ്റ് ഔട്ട് എടുത്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി വരുന്ന ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. എല്ലാവരും ഇതേപോലെയുള്ള ഒരു ചേസറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഭംഗിയുള്ള സ്റ്റാറുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.